സാധാരണക്കാരായ പലരെയും അസാധാരണമാം വിധം ദൈവം ഉപയോഗിച്ച് ലോകം അറിയുന്നത് മിക്കവാറും അങ്ങനെയുള്ളവരുടെ മരണശേഷമായിരിക്കും. ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അതിനായി അവർ പരിശ്രമിച്ചാൽ ദൈവത്തിനാകില്ലല്ലോ മഹത്വം എന്നതുകൊണ്ടാകാം. ഒരിക്കൽ ഒരു ചെറിയ വള്ളത്തിൽ കയറി ഒരു നദിയുടെ അക്കരയ്ക്ക് പോകുവാൻ ഞാൻ ശ്രമിച്ച അനുഭവം ഇപ്പോൾ ഓർക്കുന്നു. അത്തരം വള്ളങ്ങളിൽ കയറി പരിചയമില്ലാതിരുന്നതിനാൽ ഈ വള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ വള്ളം ചരിഞ്ഞു. അതുകൊണ്ട് അത് നേരെയാക്കുവാൻ ഞാൻ മറുവശത്തേക്ക് ചരിഞ്ഞു. അപ്പോൾ വീണ്ടും വള്ളം ആ വശത്തേക്ക് ചരിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓളം വന്നപ്പോൾ ഞാൻ അതിനനുസരിച്ച് ബാലൻസ് ചെയ്യുവാൻ ശ്രമിച്ചു. ഇത് പല പ്രാവശ്യം ആയപ്പോൾ വള്ളക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. നിങ്ങൾ ഈ ബാലൻസ് ചെയ്യുവാൻ ശ്രമിച്ചാൽ നിയന്ത്രിക്കുവാൻ എനിക്ക് പ്രയാസം കൂടുകയുള്ളൂ എന്ന്. വേണമെങ്കിൽ കണ്ണുമടച്ചങ്ങിരുന്നോ, അക്കരെ എത്തിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ അയാൾ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. 5 മിനിറ്റ് പോലും എടുത്തില്ല, വള്ളം അക്കരെ ചെന്നു. എൻ്റെ ഈ പാടുപടിയിൽ ഒക്കെ കൂടുതൽ ദോഷം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ആധ്യാത്മിക ജീവിതം അനായാസേന ജീവിക്കേണ്ട ഒന്നാണ്. അതിനായി ദൈവം രൂപകൽപ്പന ചെയ്തതാണ്. കൃത്രിമത്വം ഒന്നും ഇല്ലാതെ ജീവിക്കുമ്പോൾ അത് ഏറെ രസകരവും സുഖകരവുമായിരിക്കും. പേരിനും പെരുമയ്ക്കും ആളിനും അർത്ഥത്തിനും വേണ്ടി ആധ്യാത്മികതയെ വളച്ചൊടിക്കുമ്പോൾ അത് ഏറെ പ്രയാസമായി മാറും. ഒരിക്കൽ ക്രിസ്തു നമ്മുടെ ജീവിതമാകുന്ന പടകിനെ നിയന്ത്രിക്കുവാൻ നാം അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാം അവൻ പറയുന്നത് പോലെ ജീവിച്ചാൽ മതി. അവിടുന്ന് കാണിച്ച മാതൃക പ്രകാരം ജീവിതത്തിൽ നാം കൃത്രിമത്വം ഒന്നും അനുവദിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കർത്താവ് മതിയായവനാണ്. നമ്മൾ പലർക്കുമുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി ആധ്യാത്മികതയെ വളച്ചൊടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരിനും പെരുമയ്ക്കും സുഖസൗകര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ആധ്യാത്മികതയെ കൃത്രിമമാക്കുവാൻ ശ്രമിക്കുന്നതാണ് അനേകരുടെയും പ്രശ്നം. ക്രിസ്ത്യ ജീവിതം അനായാസേന ജീവിക്കുവാൻ കഴിയുന്ന ഒന്നത്രേ. അങ്ങനെ ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങളും ജീവിതത്തിൽ കാറും കോളും പ്രതിസന്ധികളും വന്നാൽ പോലും അവരുടെ ശ്രദ്ധ അതിലേക്കല്ല, പിന്നെയോ പടകിനെ നയിക്കുന്നവങ്കിലേക്കായിരിക്കും. അവൻ പ്രതിഫലം തരും, സംശയമില്ല. വിശുദ്ധ പൗലോസ് റോമയിലെ സഭയ്ക്ക് അതിമനോഹരവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ലേഖനം എഴുതിയത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നാം എത്തി. ഈ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് റോമയിലെ സഭയിൽ ഉണ്ടായിരുന്ന ചില സാധാരണ വിശ്വാസികളുടെ പേരുകൾ എടുത്തു പറയുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ പോകാമായിരുന്ന ഒരു കൂട്ടം മഹത് വ്യക്തികൾ. അവരുടെ ജീവിതത്തിൽ കൃത്രിമത്വം ഒന്നുമില്ല. ആരെങ്കിലും അറിയണമെന്ന് അവർക്ക് നിർബന്ധവും ഉണ്ടായിരുന്നില്ല. അവരെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ അറിയാം അവർ എത്ര സാധാരണക്കാരായിരുന്നു എന്ന്. എന്നാൽ സാധാരണക്കാരെ അസാധാരണമാം വിധം ഉപയോഗിക്കുന്ന ദൈവത്തെയാകുന്നു നാം വാസ്തവത്തിൽ ഈ ജീവിതങ്ങളിലൂടെ കാണുന്നത്. അവരിൽ ചില പേരുകളൊക്കെ നാം കണ്ടു കഴിഞ്ഞു. ഇനിയും റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. പതിനാറാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിൽ സമ്മതനായ അപ്പൊല്ലോസിന് വന്ദനം ചൊല്ലുവീൻ, അരിസ്തോബൂലുസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവീൻ. അപ്പൊല്ലോസ് സമ്മതനായ വ്യക്തിയായിരുന്നു എന്ന് നാം കണ്ടു. അവനൊരു യഹൂദനോ ഗ്രീക്കുകാരനോ ആയിരിക്കണം. ആ പേര് യഹൂദന്മാരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു. അവൻ ചില പരിശോധനകളിൽ വീഴാതെ നിന്നവനാകുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നാം കാണുന്നു.
അരിസ്തോബുലോസ് ഹെരോദ രാജാവിന്റെ കൊച്ചുമകനായിരുന്നു എന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. അല്ല എങ്കിൽ തന്നെ തന്റെ യജമാനന്റെ പേര് സ്വീകരിച്ച ഒരു അടിമയായിരുന്നിരിക്കാം അരിസ്തോബുലോസ്. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. 11-ാം വാക്യത്തിൽ എന്റെ ചാർച്ചക്കാരനായ ഹേരോദിയോന് വന്ദനം ചൊല്ലുവീൻ, നർക്കിസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവീൻ എന്ന് കാണുന്നു. എന്റെ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഹെരോദിയോൻ ഒരു യഹൂദനായിരുന്നു എന്ന് വ്യക്തമത്രേ. ഹെരോദാവിന്റെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണിത്. അവൻ ഹെരോദാവിന്റെ അടിമയായിരുന്നതുകൊണ്ട് ആ പേര് സ്വീകരിക്കാനാണ് ഇടയുള്ളത്. നർക്കിസോസ് അഗ്രിപ്പ രാജാവ് വധിച്ച പ്രശസ്തനായ ഒരാളിന്റെ പേരാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നർക്കിസോസ് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന നർക്കിസോസിന്റെ അടിമയായിരുന്നിരിക്കണം. ഓർക്കണം, റോമിൽ ഉണ്ടായിരുന്നതിൽ പകുതി ആളുകൾ അടിമകളായിരുന്നു. പകുതി പേർ മാത്രമേ സ്വാതന്ത്ര്യമുള്ള ആളുകളായിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ പൌരന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകൾ അടിമകളായിരുന്നു. 12-ാം വാക്യം നോക്കിക്കേ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവീൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചൊല്ലുവീൻ. അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഈ പേരുകൾ ഇടുന്നത് സാധാരണ കാണാറുണ്ട്. എത്രയോ ഉന്നതമായ ഒരു മാതൃകയാണ് അവർ കാണിക്കുന്നത്, ഇല്ലേ? ഈ പേരുകൾ അന്ന് ജീവിച്ചിരുന്ന ഈ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും താണ ജോലി ചെയ്തിരുന്ന അടിമകളായിരുന്നിരിക്കാം. എന്നാൽ ദൈവം അവരെ മാനിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ആ പേരിടുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടല്ലേ? എന്നാൽ അന്നത്തെ സമൂഹത്തിൽ ഉന്നതരായിരുന്ന മഹാന്മാരെന്ന് ചിന്തിച്ചിരുന്ന, വലിയ വലിയ പദവികൾ ഉണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ ഇന്ന് അനേകം ഭവനങ്ങളിലെ നായ്ക്കാണ് ഇടാറുള്ളത്. അതാരും പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കുന്നതല്ല, എന്നാൽ സ്വഭാവം അതിൻ്റേതായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ അടിമകളുടെ പേരുകൾ നമ്മളുടെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് നാം ഇടുന്നു. ത്രുഫൈനയും ത്രുഫോസയും ഈ പേരുകളുടെ അർത്ഥം ലോലം എന്നും കോമളം അല്ലെങ്കിൽ ഹൃദ്യം എന്നും ആണ്. ഇവർ കർത്താവിലേക്ക് കടന്നുവന്ന സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകളായിരുന്നു എന്നും അവർ പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചിരുന്നു എന്നും ചിന്തിക്കാവുന്നതത്രേ. കർത്താവിൽ അധ്വാനിക്കുന്നവർ ആണെന്ന് പൗലോസ് അവരെക്കുറിച്ച് പറയുന്നു. റോമയിലെ സഭയിൽ ശരിയായി അധ്വാനിക്കുന്നവരായിരുന്നു സ്ത്രീകൾ. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് സഭ വളർന്നത്. എന്നും അങ്ങനെയാണ് കേട്ടോ. പിൻപിൽ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ, ആരും അറിഞ്ഞില്ലെങ്കിലും വളരെ ഉന്നതമായ പ്രവർത്തനങ്ങൾ പിൻപിൽ നിന്ന് ചെയ്യുന്ന അനേകർ, കത്തുകൾ എഴുതി സഹായിക്കുന്നവർ, ആരാധനാ സ്ഥലങ്ങൾ ഭംഗിയായി വൃത്തിയാക്കിയിടുന്ന ആളുകൾ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സൺഡേ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നവർ, എന്തെല്ലാം ജോലികൾ നമുക്ക് ചെയ്യാം. ഈ സ്ത്രീകൾ പൗലോസിനെ സഹായിച്ചതുകൊണ്ട് പൗലോസിന് ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കാണും, താമസിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു കാണും. അവരങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ മാനിക്കുന്നു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നാണല്ലോ ദൈവം പറഞ്ഞത്. പ്രിയ പെർസിസിനെ കുറിച്ച് ഇവിടെ പറയുന്നു. കർത്താവിൽ വളരെ അധ്വാനിച്ച മറ്റൊരു സ്ത്രീയാണിത്. അവളുടെ പദവി മറ്റ് സ്ത്രീകളെക്കാൾ കൂടുതൽ കർത്താവിനു വേണ്ടി പ്രവർത്തിപ്പാൻ അവൾക്ക് അവസരം കൊടുത്തിരുന്നു എന്ന് ചിന്തിക്കാവുന്നതത്രേ. 13-ാം വാക്യത്തിൽ കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. ഈ അധ്യായത്തിൽ റൂഫോസിനെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ലെങ്കിലും അവനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ പേരിന്റെ അർത്ഥം ചുവപ്പ് എന്നാണ്. അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവർ കർത്താവിന്റെ വിശുദ്ധന്മാരല്ലായിരുന്നോ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. അതെ, അവരെല്ലാം തന്നെ വിശുദ്ധരായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ റൂഫസ് പ്രസിദ്ധനായ ഒരാളായിരുന്നു. അവൻ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനായിരുന്നു. അവന്റെ അപ്പനെക്കുറിച്ച് പറയുന്നിടത്തും റൂഫസ് സഭയിൽ പ്രസിദ്ധനായിരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയപ്പോൾ പ്രത്യേകമായി റോമിലുള്ളവരെ ഉദ്ദേശിച്ചാണ് അതെഴുതിയത്. അതിൽ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കുവാൻ സഹായിച്ച ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അലക്സണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു എന്ന്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ യേശു ക്രൂശും കൊണ്ട് വീഴുന്നത് റോമൻ പടയാളികൾ കണ്ടു. നീ ഇവിടെ വരിക, ഈ ക്രൂശ് ചുമക്കുക എന്ന് അവർ ശിമോനോട് പറഞ്ഞു. ആ ക്രൂശ് ചുമന്നത് കാരണം
അവൻ അമർത്യനായി തീർന്നു. എത്ര ഉന്നതമായൊരു ജോലിയല്ലേ. മർക്കോസ് റോമിലുള്ളവർക്ക് വേണ്ടി എഴുതുമ്പോൾ ശിമോനെ തിരിച്ചറിയേണ്ടതിനായി അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായ ശിമോൻ എന്ന് പറഞ്ഞിരിക്കുന്നു. റോമിലുള്ള വിശ്വാസികൾ എല്ലാവരും റൂഫോസിനെ അറിഞ്ഞിരുന്നു. കാരണം അവൻ സഭയിൽ പ്രസിദ്ധനായിരുന്നു. പൌലോസിന്റെ വന്ദനത്തിൽ റൂഫസിന്റെ അമ്മയും ഉൾപ്പെടുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. പൌലോസിന്റെ അമ്മയപ്പന്മാരെക്കുറിച്ച് നമുക്കൊന്നും തന്നെ അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ ഒരു ദൈവഭയമുള്ള മാതാവിനെ യെരുശലേം നഗരത്തിൽ നാം കാണുന്നു. അത് കുറേനക്കാരനായ ശിമോന്റെ ഭാര്യയാണ്. അപ്പോസ്തലനായ പൌലോസിന് അവളൊരു അമ്മയെപ്പോലെയായിരുന്നു. തന്റെ മാനസാന്തരത്തിന് ശേഷം ആദ്യമായി പൌലോസ് യെരുശലേമിൽ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ അവനെ ഭയപ്പെട്ടിരുന്നു എന്ന കാര്യം താങ്കൾക്കറിവുണ്ടല്ലോ. ഈ ശക്തനായ പരീശനെ അവർ സംശയിക്കുകയും അവൻ വഞ്ചിക്കുവാനുള്ള ഒരു അടവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കരുതുകയും ചെയ്തു. എന്നാൽ എനിക്ക് തോന്നുന്നു റൂഫസിന്റെ അമ്മ അവനെ കൈക്കൊള്ളുകയും നീ വന്ന് റൂഫസിനോടുകൂടെ പാർത്തുകൊള്ളുക എന്ന് പറയുകയും ചെയ്തിരിക്കാം. ആ കാലത്തെക്കുറിച്ച് ഓർത്ത് പൌലോസ് അവളെപ്പറ്റി ഇപ്രകാരം എഴുതുന്നു: അവൾ റൂഫസിന്റെ അമ്മയാണ്, എന്റെയും അമ്മയാണ്. ഈ ഭക്തയായ സ്ത്രീയെക്കുറിച്ച് ലഭിക്കുന്ന എത്ര നല്ല ഒരു ഉദാഹരണമാണിത്. മനോഹരമായിരിക്കുന്നില്ലേ? 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് അസുങ്ക്രിത്തോസിനും പ്ലേഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമോസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലുവേൻ. ഇവരെല്ലാം നമുക്ക് പേരുകൾ മാത്രമാണ്. എന്നാൽ പൌലോസ് അവരെയെല്ലാം വ്യക്തിപരമായി അറിഞ്ഞിരുന്നു. അവർക്ക് വേണ്ടി ദൈനംദിനം പ്രാർത്ഥിച്ചിരുന്നു. പൌലോസ് ആയിരുന്നിരിക്കാം അവരെ ക്രിസ്തുവിലേക്ക് നടത്തിയത്. അങ്ങനെ നടത്തപ്പെട്ടതിന് ശേഷം അവരൊക്കെ സഭയിൽ ക്രിസ്തുവിനു വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടവരായി തീർന്നു. പൌലോസിന്റെ സഹായികളായി തീർന്നു. ഓർക്കണം, സുവിശേഷ വേല ആർക്കും തനിയെ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതല്ല. അതിന്റെ പിൻപിൽ അനേകരുടെ സഹായം ആവശ്യമാണ്. താമസിക്കുവാൻ ഇടം നൽകുന്നവർ, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നവർ, സാമ്പത്തികമായി സഹായം ചെയ്യുന്നവർ, എത്രയെത്ര ജോലികൾ അതിന്റെ പിൻപിലുണ്ട്. 15 വാക്യത്തിൽ വരുമ്പോൾ ഫിലേലോഗോസിനും യൂലിയയ്ക്കും നെരിയൂസിനും അവരോടുകൂടിയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവേൻ. റോമിലെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനി 16 വാക്യം: വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് സാധാരണ വന്ദനം ചെയ്യുന്ന രീതിയായിരുന്നു ഇത്. ഇക്കാലത്ത് ഇത് അനുയോജ്യമായ രീതി അല്ല എന്ന് നമുക്കറിയാമല്ലോ. 17-18 വാക്യങ്ങളിൽ: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറ്റിനെ എത്ര സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയത്രേ ചെയ്യുന്നത്. ഇന്ന് നാമും ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കി സൂക്ഷിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അനേകർ തെറ്റിക്കുവാൻ, ഒട്ടനേകം പേർ സത്യസന്ധമായി സുവിശേഷത്തിനു വേണ്ടി, ക്രിസ്തുവിന്റെ സഭയ്ക്കു വേണ്ടി അധ്വാനിക്കുമ്പോൾ എങ്ങനെയോ അതിൽ നിന്ന് മാറി തെറ്റായ വഴികളിൽ പോകുന്ന അനേകരും ഉണ്ട് എന്ന കാര്യം മറക്കരുത്. മട്ടും ഭാവവും കണ്ടാൽ ഒരുപക്ഷെ അവരും സത്യസന്ധരാകും എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അത് തിരിച്ചറിയുവാനുള്ള ഒരു വിവേചന ശക്തിക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. പൗലോസ് അവരെക്കുറിച്ച് പറയുന്നവരെ ദ്വന്ദ്വപക്ഷങ്ങളെയും വിപരീതമായ ഇടർച്ചകളെയും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആളുകൾ, അവരെ സൂക്ഷിക്കണം. അവരോട് അകന്നു മാറുവാൻ അവൻ പറയുന്നു.
അവർ സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയും. 19 വാക്യം, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. റോമിലുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ച് എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു. അവരുടെ വിശ്വാസം അന്ന് പ്രസിദ്ധമായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവരുടെ വിശ്വാസം അനുസരണത്തിൽ പ്രകടമായിരുന്നു. നന്മയ്ക്ക് ജ്ഞാനികൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അവർ ദൈവവചനം ശരിയായി പഠിച്ചിരിക്കണം എന്നാണ്. തിന്മയ്ക്ക് അജ്ഞന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് തിന്മയ്ക്ക് കൂട്ടാളികളാകരുത് എന്നാണ് അർത്ഥം. കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. 1 കൊരിന്ത്യർ 14:20. 16 അധ്യായത്തിന്റെ 20 വാക്യത്തിലേക്ക് വന്നാട്ട്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അധികം താമസമില്ലാതെ സമാധാനത്തിന്റെ ദൈവം സാത്താനെ തോൽപ്പിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതുവരെ നാം സാത്താനോട് എതിർത്ത് നിൽക്കേണ്ടതാണ്. അതെ, സാത്താൻ ഇന്ന് ദൈവമക്കളെ, വിശ്വാസികളെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പരമാവധി പരിശ്രമിക്കുന്നു. ആ സ്ഥാനത്ത് നാം വളരെ സൂക്ഷ്മതയോടും കരുതലോടും കൂടെ നടക്കേണ്ടതത്രേ. പൗലോസിനോട് കൂടെയുള്ള വിശ്വാസികൾ വന്ദനം ചെയ്യുന്നതാകുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആരൊക്കെയാണ് അവനോട് കൂടെ ഉണ്ടായിരുന്നത് എന്ന് നോക്കിക്കേ. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഈ ആളുകളെക്കുറിച്ചും പറയുന്നു. 21 വാക്യത്തിൽ, എന്റെ കൂട്ടുവേലക്കാരനായ തിമോത്തിയോസും എന്റെ ചാർച്ചക്കാരനായ ലൂക്കിയോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവരെല്ലാം പൗലോസിന്റെ സഹപ്രവർത്തകരായിരുന്നു. അവർ റോമിലുള്ള സഹവിശ്വാസികൾക്ക് തങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. നോക്കണേ, പൗലോസ് ചെയ്തതായ ശുശ്രൂഷ തനിയെ ആയിരുന്നില്ല. അവന് സഹായം വളരെ ആവശ്യമായിരുന്നു. ഇന്നും അതുതന്നെയാണ് വാസ്തവം. പലപ്പോഴും ഒരു കൂട്ടർ തനിയെ ചെയ്യുവാൻ വ്യഗ്രത കാണിക്കുമ്പോൾ വേറൊരു കൂട്ടർ അവർ തന്നെ ചെയ്തോളുമെന്ന് പറഞ്ഞ് പിൻപിൽ മാറിയിരിക്കുകയാണ്. അത് ഒരിക്കലും സാധ്യമല്ല. പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും നാം ദൈവത്തിന്റെ വേലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 22 വാക്യത്തിൽ നാം വായിക്കുന്ന, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അത് നോക്കണം. പൗലോസ് മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് ലേഖനങ്ങൾ എഴുതിയതും. എന്നാൽ ഗലാത്യ ലേഖനം അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നത്രേ നാം ചിന്തിക്കുന്നത്. പൗലോസ് പറയുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. തെർത്തോസ് ആണ് റോമാലേഖനം എഴുതുവാൻ പൗലോസിനെ സഹായിച്ചത് എന്നിവിടെ കാണുന്നു. 23 വാക്യത്തിൽ, എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസും സഹോദരനായ ക്വർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ് ഗായോസിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഗായോസും തന്റെ വന്ദനം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നിവിടെ കാണുന്നു. ആശീർവാദം പറഞ്ഞ് ഈ അധ്യായവും ഈ ലേഖനവും പൗലോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവൻ പറയുന്നു 24 വാക്യത്തിൽ, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അവസാനമായി ആശീർവാദ വചനങ്ങളാണ് ഇവിടെ കാണുന്നത്. മർമ്മം എന്ന് 25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല എന്നാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. മർമ്മം എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് വെളിപ്പെട്ടിട്ടില്ലാത്തതായ രഹസ്യങ്ങൾ എന്നാണ് അർത്ഥം. എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ദൈവം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ എടുത്ത് ഒരു ശരീരമായി, അതായത് സഭയായി രൂപീകരിക്കുന്നത് ഈ കാലത്തെ സംബന്ധിക്കുന്ന സംഗതിയാണ്. അത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. 24 വാക്യത്തിൽ വിശ്വാസത്തിന്റെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിന്റെ 27 വാക്യം. വിശ്വാസത്തിന്റെ ഫലവും പ്രവർത്തനവുമാണ് അനുസരണം എന്നുള്ളത്. എത്ര മനോഹരമായി
പൗലോസ് ഇത് വിശദീകരിച്ചിരിക്കുന്നു. താൻ റോമാലേഖനം ആരംഭിച്ചപ്പോൾ ഉപദേശപരമായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്ന് അവൻ പല ഉപദേശ സത്യങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു. തുടർന്ന് അവൻ അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു. 12-ാം അധ്യായം മുതൽ നാം അതാണ് കണ്ടത്. ബന്ധങ്ങളെക്കുറിച്ച്, എങ്ങനെ നാം പെരുമാറണമെന്നതിനെക്കുറിച്ച്, എന്തെല്ലാം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ നാം ആയിത്തീരും, അവിടെയൊക്കെ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയുണ്ടായി. 16-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും വളരെ ഉന്നതമായ ഒരു ചിന്തയാണ് അവിടെ കൊണ്ടുവന്നത്. തന്നെ സഹായിച്ചതായ, തന്റെ പിൻപിൽ, തന്റെ വിജയത്തിന് പിൻപിൽ നിന്നതായ അനേകം സാധാരണക്കാരായ ആളുകളെക്കുറിച്ച് അവൻ ഓർക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെറും സാധാരണക്കാരായ നമ്മെ ദൈവം എടുത്തുപയോഗിക്കുന്നത് നാം ദൈവകരങ്ങളിൽ എത്രമാത്രം സമർപ്പിക്കപ്പെട്ടവരാകുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. നമ്മുടെ വലിയ വലിയ പ്രവർത്തനങ്ങളെ അല്ല ദൈവം നോക്കുന്നത്. സത്യസന്ധമായ, വിശ്വസ്തയോടുകൂടിയ, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നാം സമർപ്പിക്കുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. വലിയ കാര്യങ്ങൾ വേണം, അത് ചെയ്യുവാനായി ആക്കിയിരിക്കുന്നവർ അത് ചെയ്തേ മതിയാകൂ. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തത, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിനും വിശ്വസ്തനായിരിക്കുമെന്നുള്ളതാണ് കർത്താവിന്റെ വചനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ എങ്ങനെങ്കിലും ഉയരങ്ങളിൽ എത്തുവാനുള്ള തത്രപ്പാടിൽ വിലപ്പെട്ട പലതും നശിപ്പിച്ച് മൂല്യങ്ങളൊക്കെ കളഞ്ഞുകുളിച്ച് മുൻപോട്ടു പോകുന്ന അവസ്ഥയാണോ? സ്ഥാനത്തിനും മാനത്തിനും സമ്പത്തിനും അതുപോലെയുള്ള ലോകത്തിൽ നശിച്ചു പോകുന്ന പലതിന്റെയും പിൻപേ ഓടി ജീവിതം നശിപ്പിക്കരുതേ. ഫലകരമായ ഒരു ജീവിതമാകുന്നു ആത്മാർത്ഥതയുള്ള ഏതൊരു ക്രിസ്തു വിശ്വാസിയുടെയും ലക്ഷ്യം. അതായിരിക്കണം. അത് സാധ്യമാകുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുവാൻ നാം അവനെ അനുവദിക്കുമ്പോഴാണ്. എത്ര മനോഹരമായിരിക്കുന്നു ഈ പേരുകളല്ലേ? അതെ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നാം പ്രവർത്തിക്കുമ്പോൾ അവൻ നമ്മെ ഓർക്കുന്നു. തലമുറകളിലൂടെ നമ്മുടെ ജീവിതം ഒരു മാതൃകയാകുന്നു, അനുഗ്രഹമാകുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവൻ നയിക്കുന്ന വഴികളിലൂടെ പോകുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ വളരെ നന്ദി. ദൈവം നിങ്ങളെ കുടുംബങ്ങളായി, വ്യക്തികളായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്കിടയാകട്ടെ.